ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോണത് നമ്മൾ മലപ്പുറംകാർ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ. അതായത് വൃശ്ചിക മാസത്തിൽ മലപ്പുറംകാർക്ക് സ്വാമിമാരെല്ലാവരും കൂടെ കൂടി അഖണ്ഡം ചാടും കേട്ടോ. അപ്പോൾ അഖണ്ഡം കാണാൻ പോകാൻ കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇവിടെ എടുത്താണ് കേട്ടോ, ഞങ്ങൾ വീണ്ടും എടുത്താണ് കേട്ടോ, കൽക്കുളത്താണ് കേട്ടോ ഇന്ന് അഖണ്ഡം ഉള്ളത്. അപ്പോൾ ഞാനും ദക്ഷിയും ഏട്ടനും കൂടെയാണ് കേട്ടോ രാത്രിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ രാത്രി ആട്ടോ ഇവിടെ ഇത് കാണാൻ രസം. അപ്പം ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് ലൈറ്റുകളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഭയങ്കര തിരക്കിലാട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഞങ്ങൾക്ക് കിട്ടണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടി. ലാസ്റ്റ് ഞങ്ങൾ സൈഡിൽ വണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ ഈ അഖണ്ഡം ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടാവും കേട്ടോ. ഇത് എൻ്റെ അറിവിൽ മലപ്പുറത്ത് മാത്രമേ ഇത് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഒരുപാട് അടിപൊളി ഫീലാണ് കേട്ടോ. അപ്പോൾ ദക്ഷിയും ഏറിനും കൂടെ മുന്നിൽ പോയിട്ടോ. ഞങ്ങളിവിടെ വണ്ടി കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ അവിടുന്ന് കുറച്ചും കൂടെ മാറിയിട്ടാണ് അമ്പലം. അപ്പോൾ പോണ വഴിക്ക് ഒരുപാട് സാധനങ്ങൾ റോഡ് സൈഡിൽ കാണുന്നുണ്ട് കേട്ടോ. ദക്ഷ അത് നോട്ടം വെച്ചിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ പോയപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുന്നത്. ഇതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ദക്ഷിൻ്റെ കണ്ണ് സൈഡിൽ നിന്ന് മാറണേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഓരോന്ന് അപ്പം തന്നെ കണ്ടു വെച്ചിട്ടുണ്ടേ. ഞങ്ങൾ നേരെ പോണത് അമ്പലത്തിൻ്റെ ഉള്ളിൽ. നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാവും കേട്ടോ ഈ അമ്പലത്തിൽ. നമ്മൾ തലേ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ, ഇന്ന് ഞാൻ വരുന്നുണ്ട്, ഈ സമയത്താണ് വരുന്നത് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് എനിക്കുള്ള ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫീൽ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ഈ അഖണ്ഡം ചാടുന്ന ചാട്ടത്തിൽ നമുക്ക് മനസ്സ് നിറയുന്ന രീതിക്കുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുക. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അഖണ്ഡം ചാടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, കണ്ടിട്ടില്ലാത്തവർക്ക്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനത്തെ ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ഗ്യാങ്ങിനെ കണ്ട് ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് സെക്ഷനിലേക്ക് പോയിട്ട്. അപ്പോൾ ഇതാണ്ടോ അരി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം അരി നിന്നിട്ട് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പേരും മഴ നിൽക്കാനും സ്ഥലമില്ല. ജനത്തിരക്ക് എന്ന് പറഞ്ഞാൽ ജനത്തിരക്കണേ കേട്ടോ. അടിപൊളി. ഈ ഒരു പുഴുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം ക്യൂ നിൽക്കണത്, ഇതിന് വരുന്നതും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇരുന്ന് കഴിക്കാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അത്രയും തിരക്കായതുകൊണ്ട് സീറ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ നിന്ന് തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇതുവരെ കാത്തുന്നതിന് ഞങ്ങൾക്ക് അവസാനം ഫുഡ് കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ നിന്നാണ് കഴിക്കുക. മിക്ക ആൾക്കാരും നിന്ന് തന്നെയാണ് കഴിക്കുക. ചില ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇന്ന് കഴിക്കാനും നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. ഞങ്ങൾ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ 2 റൗണ്ട് കണ്ടിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോയത്. അപ്പോൾ തിരിച്ച് പോണ വഴിക്ക് ദക്ഷു പറഞ്ഞ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ള ടൈമാണ് കേട്ടോ. ഇപ്പോൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഇവിടെ യുദ്ധം ബഹളമായിരിക്കും കേട്ടോ. അപ്പം എനിക്കെന്താ വേണ്ട വെച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ടിയിരുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ 2 ക്ലിപ്പും 2 ഇതൊക്കെ വാങ്ങിയിട്ടോ. അപ്പോൾ ദക്ഷിന് എന്താ വേണ്ട വെച്ചപ്പോൾ ആൾ പറഞ്ഞത് ലബൂബുവിൻ്റെ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേണം പറഞ്ഞിട്ട് വായിച്ചു പിടിച്ച് അത് വാങ്ങിക്കൊടുത്തു. പിന്നെ ഒരു തോക്കും വാങ്ങിക്കൊടുത്തു. ഹൈഡ്രജൻ ബലൂൺ കയ്യിൽ നിന്ന് പോകും ഞങ്ങൾ ഒരുപാട് വട്ടം പറഞ്ഞെങ്കിലും ആൾ കേട്ടില്ല കേട്ടോ. ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആളിൻ്റെ കൈ തന്നില്ല. അവസാനം അത് കയ്യിൽ നിന്ന് പോയിട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ നിന്നിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ഇതിലേന്നു കേട്ടോ ആൾ നിന്നേന്ത്, സങ്കടത്തിലേന്ന് നിന്നേന്ത്. അപ്പം ഇനി ഒരുപാട് പരിപാടികൾ ഇനിയും വരാണ്ട്. അപ്പോൾ അതിന് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ ആളെ സമാധാനിപ്പിച്ച് ഞങ്ങൾ 2 ഫ്രഷ് ജിലേബിയൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ കേട്ടോ. നിങ്ങൾക്ക് അതുകൊണ്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് തരാം. ബൈ.